ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കിനി ഒന്നിച്ച് പഠിക്കാം. കൂടുതൽ ടൈം ഇരുന്ന് പഠിക്കാതെ ഏറ്റവും നന്നായിട്ട് എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന വേ ഓഫ് ടിപ്സ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നേരെ വീഡിയോയിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 1, കീപ് യുവർ സ്റ്റഡി പ്ലേസ് ഇൻ ടു ക്ലീൻ. ഇതുപോലെ നല്ല ഓപ്പൺ സ്പേസും പ്ലസ് ഓർഗനൈസ്ഡും ആയിരിക്കുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് പഠിക്കാൻ തോന്നണം, അതിനു വേണ്ടിയിട്ടാണ് ഇത്. അടുത്തത് ടിപ്പ് നമ്പർ 2, സ്റ്റേ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ്. നേരത്തെ പറഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവെക്കേണ്ട ഒരു ഐറ്റമാണിത്. കാരണം ഉറക്കം വരാതിരിക്കാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ്. അടുത്തത് പഠിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ പഠിക്കണം എന്നുള്ളൊരു എയിമും പ്ലസ് നമുക്ക് ഒരു ഐഡിയയും കിട്ടും. അടുത്തത് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉള്ളത് കുറച്ച് ഉറക്കിന് വായിക്കുക. കാരണം അത് നമ്മളെ മെമ്മറിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്തത് ഏതൊരു ടോപ്പിക്ക് പഠിക്കാനിരിക്കുകയാണെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്യുക. അത് നമ്മളെ ടൈം മാനേജ്മെന്റിനും ഒപ്പം നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ആ ഒരു ത്വര അത് വരും. പിന്നെ നമുക്ക് കൃത്യതയും ഉണ്ടാവും. പഠിക്കാതിരിക്കുമ്പോൾ ഒരു സ്റ്റിക്കി നോട്ടും ഒരു ഹൈലൈറ്ററും എടുത്തിരിക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിക്കാണ്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. വായിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് എഴുതുന്നത്. നെക്സ്റ്റ്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദൂരെ കൊണ്ടുവെക്കുക. ലൈക്ക് ഫോൺ പോലത്തെ സംഭവങ്ങൾ. ഒപ്പം നമ്മൾ ഫോണിൽ നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക. എന്നാൽ നമുക്ക് നന്നായിട്ട് എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് പോസിറ്റീവായി ചിന്തിക്കുന്നത് നല്ലതാണ്. ലൈക്ക് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ച് തീർക്കും എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് വരും പഠിക്കുക. അടുത്തത് വലിയ വലിയ സബ്ജക്റ്റ് ലൈക്ക് ഹിസ്റ്ററി, ജോഗ്രഫി അതുപോലെയുള്ള സബ്ജക്റ്റിലൊക്കെ വലിയ പാരഗ്രാഫിനെ നമ്മൾ ചെറിയ പോയിന്റ്സ് ആക്കി പഠിക്കുക. അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാനും നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് പോകാനും പറ്റും. എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് 10 to 15 മിനിറ്റ്സ് എന്തായാലും റിവൈസ് ചെയ്യാതെ കിടക്കരുത്. കാരണം നമ്മുടെ മെമ്മറിയിൽ വീണ്ടും അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിവൈസിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസത്തിനും പകരം 147 എന്നുള്ള ജപ്പാൻ തിയറി ഒന്ന് ട്രൈ ആക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു സബ്ജക്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ സബ്ജക്റ്റ് എടുത്ത് മാറ്റി പഠിക്കുക. എന്നാൽ നമുക്ക് ഒന്നും കൂടി കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ നന്നായിട്ട് എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാനും തുടങ്ങും. കഴിയുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 12, ടേൺ സ്റ്റഡി ഇൻ ടു എ ഗെയിം. നമ്മളോട് തന്നെ ചലഞ്ച് വെക്കുക. അതായത് ഈ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഇത്ര ചാപ്റ്റർ പഠിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ഇനി പറയാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ടു ഡു ലിസ്റ്റ്. അതിൽ നമ്മൾ ഓരോ ടാസ്കും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടാസ്ക് ഓരോന്നായി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഒരു ടിക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നമ്മളിത് ചെയ്തു എന്ന് അറിയാനും വേണ്ടിയിട്ട്. ഒപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റഡ് ആവും ചെയ്യും. നമ്മളെ സ്റ്റഡിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളോട് തന്നെ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, നമ്മൾ ഇന്ന് എന്തിനാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മൾ സെൽഫായിട്ട് തന്നെ ജസ്റ്റ് മോട്ടിവേറ്റഡ് ആവും. അപ്പം നമ്മളോട് തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് വരും. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ വീണ്ടും എന്നും പഠിക്കാൻ തുടങ്ങും. ഇന്ന് 5 മിനിറ്റാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ നാളെ 10 മിനിറ്റ് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ മെല്ലെ കൂട്ടി വരും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്, ദിസ് ഈസ് ടു റിലാക്സിങ് ഫോർ യു. ഇനി ഈ ടൈം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കാനുള്ള ഒരു ടൈമാണ്. അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ടൈം. ഇനി നമ്മൾ മാറ്റിവെച്ച ഫോണൊക്കെ എടുത്ത് 2 ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ തിന്നാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാം പോസിബിൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോസിബിൾ ആക്കാൻ നോക്കുക. കാരണം എത്രത്തോളം നമ്മൾ നന്നായിട്ട് എൻഗേജ്ഡ് ആയി പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് എക്സാമിൽ സ്കോർ കൂട്ടാൻ പറ്റും. ഒരു ദിവസം കുറേ മണിക്കൂറുകളോളം പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് അത്ര നേരം എൻഗേജ്ഡ് ആയി നമ്മളെ ബ്രെയിനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ദിവസം പഠിച്ച് മറ്റേ ദിവസം പഠിക്കാതിരിക്കാൻ പാടില്ല. എന്നും കൺസിസ്റ്റന്റ് ആകാൻ നോക്കുക. പിന്നെ മൂഡ് വന്നാൽ പഠിക്കും. ആ ഒരു തോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം 5 മിനിറ്റ് ഒക്കെ പഠിച്ചു തുടങ്ങുക. ഇതുപോലെ പലപ്പോഴും പഠിച്ചു തുടങ്ങിയാൽ തന്നെ സ്വയം നമുക്ക് പഠിക്കാനുള്ള ആ ഒരു തോട്ട് വരും. നന്നായി പ്ലാൻ ചെയ്ത് നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടേണ്ടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ ഒന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ബൈ.